ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ തങ്ങളുടെ ആദ്യ പരാജയം ഏറ്റുവാങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ 20 റൺസിന്റെ പരാജയമാണ് CSK ഏറ്റുവാങ്ങിയത്. ഡൽഹിക്കായി ബാറ്റിംഗിൽ തിളങ്ങിയത് ഡേവിഡ് വാർണറും നായകൻ ഋഷഭ് പന്തുമാണ്. ഒപ്പം മുകേഷ് കുമാർ ബോളിംഗിൽ അങ്ങേയറ്റം മികച്ച പ്രകടനം പുറത്തെടുത്തതോടെ ഡൽഹി ക്യാപിറ്റൽസ് വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. 2024 IPLലെ ഡൽഹിയുടെ ആദ്യ വിജയമാണ് ഇന്ന് നടന്നത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി പൃഥ്വി ഷായും വാർണറും വെടിക്കെട്ട് തുടക്കമാണ് തുടങ്ങിയത്. പൃഥ്വി ഷാ 27 പന്തിൽ 43 റൺസ് നേടിയപ്പോൾ വാർണർ 35 പന്തിൽ 52 റൺസ് നേടി. ഋഷഭ് പന്തും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. 32 പന്തിൽ 51 റൺസ് നേടി. മിച്ചൽ മാർഷ് 18, ട്രിസ്റ്റൻ സ്റ്റെപ്സ് ഡക്ക്, അക്സർ പട്ടേൽ 7 റൺസ് നേടി പുറത്താകാതെ നിന്നപ്പോൾ അഭിഷേക് പോറലും 9 റൺസ് നേടി പുറത്താകാതെ നിന്നു. അതേസമയം ചെന്നൈക്ക് വേണ്ടി മദീഷ പതിരാന 3 വിക്കറ്റ് നേടിയപ്പോൾ ജഡേജ, മുസ്തഫിസുർ റഹ്മാൻ എന്നിവർ ഓരോ വിക്കറ്റ് നേടി. അങ്ങനെ 191 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ CSKക്ക് ഒരു ദുരന്ത തുടക്കമാണ് ലഭിച്ചത്. ഋതുരാജിന്റെ വിക്കറ്റ് തുടക്കത്തിൽ തന്നെ നഷ്ടമായി. തൊട്ടു പിന്നാലെ രാജിൻ രവീന്ദ്രയും മടങ്ങിയതോടെ CSK പതറി. ശേഷം രഹാനെയും ഡാരിൽ മിച്ചലും ചേർന്നാണ് CSKയെ കൈപിടിച്ചു കയറ്റിയത്. 30 പന്തുകളിൽ 5 ബൗണ്ടറികളും 2 സിക്സറുകളും അടക്കം 45 റൺസാണ് രഹാനെ നേടിയത്. ഡാരിൽ മിച്ചൽ 34 റൺസ് നേടി. പക്ഷേ കൃത്യമായ സമയത്ത് ഇരുവരെയും പുറത്താക്കി ഡൽഹി മത്സരത്തിലേക്ക് തിരികെ വന്നു. പിന്നീടെത്തിയ ബാറ്റർമാർ നന്നായി പരിശ്രമിച്ചെങ്കിലും ഡൽഹിക്കെതിരെ കൃത്യമായി സ്കോറിംഗ് ഉയർത്താൻ സാധിച്ചില്ല. പക്ഷേ അവസാന ഓവറുകളിൽ ധോണി അടിച്ചു തകർത്തത് ഡൽഹിക്ക് ഭീഷണി സൃഷ്ടിച്ചു. നേരിട്ട ആദ്യ പന്തുകളിൽ തന്നെ ധോണി തൻ്റെ പ്രതിഭ തെളിയിച്ചു. അവസാന 2 ഓവറുകളിൽ 46 റൺസായിരുന്നു ചെന്നൈക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത്. എന്നാൽ മുകേഷ് കുമാർ 19-ാം ഓവർ വളരെ പക്വതയോടെ എറിഞ്ഞതോടെ ചെന്നൈ തകർന്നു വീഴുകയായിരുന്നു. ചെന്നൈക്കായി അവസാന ഓവറുകളിൽ പൊരുതിയത് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ധോണി മത്സരത്തിൽ 16 പന്തിൽ 37 റൺസ് നേടി പുറത്താകാതെ നിന്നു.